DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുകയാണ്. നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ കൈവിടില്ലെന്നും കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തിയെങ്കിലും കേരളം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ അധിക വിഹിതമായി 1000 കോടി രൂപ കൂടി നീക്കിവെക്കുന്നതായും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും 1 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത ആശുപത്രികളിലും ഈ സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണമായൊരു വർധനയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവന് 8640 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,31,160 രൂപയാണ്. ഗ്രാമിന് 1080 രൂപ ഉയർന്ന് 16,395 രൂപയായി. ഒരു ദിവസം സ്വർണത്തിന് ഇത്ര വലിയ വർധന ഇതാദ്യമായാണ്. ഇതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ 1,50,000-ഓളം രൂപ, അതായത് 1.5 ലക്ഷത്തോളം രൂപ GST, പണിക്കൂലി ഉൾപ്പെടെയുള്ളവ ചേർത്ത് നമ്മൾ നൽകേണ്ടി വരും. അടുത്ത അറിയിപ്പ്, EKYC പ്രക്രിയകൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കുന്നതിന് ആധാറിലെ വിവരങ്ങൾ കൃത്യമായിരിക്കേണ്ടത് അനിവാര്യമാണ്. ആധാറിലെ പഴയ ഫോട്ടോകൾ ഫേസ് ഒതന്റിക്കേഷൻ പോലുള്ള ആധുനിക വെരിഫിക്കേഷൻ രീതികളിൽ പൊരുത്തപ്പെടാതെ വരുന്നത് പ്രക്രിയ പരാജയപ്പെടാൻ കാരണമായേക്കാം. അതിനാൽ വർഷങ്ങൾ പഴക്കമുള്ള ഫോട്ടോകൾ മാറ്റി പുതിയവ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഗ്യാസ് മസ്റ്ററിംഗ്, റേഷൻ മസ്റ്ററിംഗ്, പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങിയവയൊക്കെ ആധാർ അധിഷ്ഠിതമാണ്. അതിനാൽ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ നിലവിൽ സജീവമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. കാരണം മിക്ക സേവനങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡമെന്ന നിലയിൽ OTP വെരിഫിക്കേഷൻ നിർബന്ധമാണ്. മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ OTP ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും സേവനം തടസ്സപ്പെടുകയും ചെയ്യും. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 27-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചെങ്കിലും ഇന്നലെ മുതലാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയത്. കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നും നാളെയുമായി വിതരണം സജീവമാവുന്നതാണ്. കേന്ദ്രവിഹിതമായ 200, 300, 500 രൂപയൊക്കെ ലഭിക്കുന്നവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യം അക്കൗണ്ടുകളിലേക്ക് എത്തുക. അതായത് 1800, 1700, 1500 എന്നീ തുകകളായിരിക്കും കേന്ദ്രവിഹിതക്കാർക്ക് ആദ്യം അക്കൗണ്ടിലേക്ക് എത്തുക. നിശ്ചിത ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.